ഹലോ ഗൈസ്, പെരുന്നാൾ എന്നാണെന്ന് നേരത്തെ അറിഞ്ഞാൽ ഇത് മാത്രം ഓടി സാധനങ്ങൾ മേടിക്കണം. അതാണ് അതിന്റെ ഒരു ചെറിയ പെരുന്നാളുടെ അത്ര അടിപൊളിയായിട്ടൊന്നും സാധനങ്ങളൊന്നും മേടിക്കുന്നില്ലെങ്കിലും അത്യാവശ്യം മേടിക്കും. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ കമ്മല് മേടിക്കാനാണ്. 250 രൂപ 2 കമ്മല് മേടിക്കണം. ഞാനിപ്പോ 7 കമ്മല് മേടിച്ചു. ഈ ചെറിയ കാശിക്ക് ഇത്രയും കമ്മല് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. ഈ പ്രാവശ്യത്തെ പെരുന്നാൾ എന്റെ വീട്ടിൽ കൂടാന്ന് വെച്ചു. അപ്പൊ പിന്നെ പോണ വഴിക്ക് എല്ലാ സാധനങ്ങളും ഓരോന്നോരോന്നായിട്ട് മേടിക്കാലോ. വീട്ടിൽ പോകുന്ന സന്തോഷമാണ് എന്റെ മുഖത്ത് ഈ കാണുന്നത്. അങ്ങനെ റോട്ടിൽ കൂടെ പോയപ്പോഴും നമ്മളെ തൊട്ട് ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന കാർ, ആ കാറിലിരുന്ന് കേട്ട് ഒരു കൊച്ചി ഇങ്ങനെ ടാറ്റായിരുന്നു. അപ്പൊ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിക്കാണെങ്കിൽ എന്താ കാര്യങ്ങളൊക്കെ ഇഷ്ടം. വഴി കൂടെ പോണ ഒരു കക്ക ടാറ്റ. അങ്ങനെ ഞാനും അവനും കുറെ ടാറ്റോ എടുത്ത്. ഞാനും കുഞ്ഞിലെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ബാക്കിൽ കൂടെ വരുന്ന വണ്ടിക്കൊക്കെ ടാറ്റോ എടുത്തിട്ടാ പോകും. അത് കഴിഞ്ഞ് നമ്മ നേരെ കടമുക്കുടിയാണ് പോയത്. ഉമ്മ കടമുക്കുടി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ജിഫി എന്ത് ചെയ്ത് നേരെ അങ്ങോട്ട് എടുത്തു. കുറെ ആയി വന്നിട്ട്. ഞാൻ ആ ഒരു വട്ടം വന്നിട്ടുള്ളൂ. അത് കുറച്ച് മുന്നാണ്. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ കാഴ്ചകളായിരിക്കും അവിടെ അമ്മ. അതുപോലെ ഈ പാടത്തിന്റെ വരമ്പിൽ കൂടെ കുറെ പേര് നടന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ ഞാനത് പോയിട്ടില്ല. ഇനി അടുത്ത വട്ടാവട്ടെ. ഈവനിങ് ടൈം ആയതുകൊണ്ട് അവിടെ കുറെ പേരുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മ കുറച്ചിങ്ങോട്ട് നീങ്ങി ആളില്ലാത്ത സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത്. ഷോപ്പുകളും കാര്യങ്ങളൊക്കെ തൊട്ടപ്പുറത്ത്. പിന്നെ ഉമ്മാക്ക് നോമ്പുള്ളതുകൊണ്ട് നമ്മ ഒന്നും മേടിച്ച് കഴിച്ചില്ല. അത് കഴിഞ്ഞ് ഞാനും ജെഫിയും കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കി. പാടത്തിന്റെ അവിടെ 2 ചേട്ടന്മാരൊന്നും ഭയങ്കര ഡാൻസ്. എന്തായാലും 2 പേരും അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല. വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ അവരെന്താ വിചാരിക്കും. പൊന്നു സ്റ്റെപ്പുകളൊക്കെ കാണണം. വെറൈറ്റി സ്റ്റെപ്പുകളൊക്കെ വരുന്നത്. അതൊക്കെ കഴിഞ്ഞ് നോമ്പ് പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മ തിരിച്ചു പോകുന്നു. പിന്നെ പോരുന്ന വഴിക്ക് വൈദ്യരുടെ കടയിൽ കയറി കോഴിമുട്ട കഴിച്ചു. എന്തോ മുട്ടിനുള്ളിൽ കുറെ സാധനങ്ങളൊക്കെ തെച്ചിട്ട് തന്നു. എന്തായാലും നല്ല എരി ഉണ്ടായിരുന്നു. പിന്നെ ആ എരി മാറ്റാൻ വേണ്ടി ഇങ്ങോട്ട് കൊടുങ്ങല്ലൂർ എത്തിയപ്പോഴേക്കും ഞാൻ മുളക് ബജി കഴിച്ചു. പിന്നൊന്നും പറയണ്ടല്ലോ. പിന്നെ അത് കഴിഞ്ഞ് നേരെ കൊടുങ്ങല്ലൂർ ജയഞ്ചേൽക്ക് എന്റെ വക ജെഫിക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. അവിടെ എത്തിയപ്പോ എന്താ തിരക്ക്. എല്ലാ ഡ്രസ്സും തീർന്നു. ആദ്യം ഞാനൊരു പാന്റ് മാത്രം മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ നോക്കിയപ്പോ 2 പാന്റും ഒരു ഷർട്ടും എടുത്തിട്ട് ലാസ്റ്റ് അവിടെ നിന്ന്. പിന്നെ അത് കഴിഞ്ഞ് നേരെ പെരിഞ്ഞനം കല്ലുമ്മക്കായി പോയി. പിന്നെ നേരത്തെ കഴിച്ച സാധനങ്ങളൊന്നും പറയാനില്ല. നല്ല എരിവുണ്ടായിരുന്നു. ആ എരി മാറ്റാൻ വേണ്ടി ഇങ്ങോട്ട് 2 ലൈമി ഞാൻ കൂട്ടി. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് സീക്കിവള മാമാടെ വീട്ടിൽ പടക്കൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അപ്പൊ നേരെ അവിടെ ചെന്നപ്പോഴോ പടക്കത്തിന്റെ പെരുമഴ. അവിടെ ഒരു കല്യാണത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ ഒരു സെൽഫി ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. തിരിച്ചു വന്നപ്പോ ഷുഹൈബിന്റെ ഫ്രണ്ടിന്റെ കടയിൽ കയറി ജെഫിക്ക് ഒരു ഷർട്ടും കൂടി. എന്താ പറയാ, ഈ പെരുന്നാൾ ജെഫി തൂക്കി. പിന്നെ അവിടുത്തെ മിറർ കണ്ടപ്പോ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. എല്ലാം കഴിഞ്ഞ് നല്ല ലേറ്റ് ആയിട്ടാണ് വീട്ടിലെത്തിയത്. അപ്പൊ ഓക്കെ, ബൈ ബൈ.